ഇതിൽ ഈ ശില്പങ്ങളൊക്കെ എത്ര കാലം കൊണ്ട് കൊത്തിയെടുത്തായിരിക്കാം? അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഒരു കുറേ വർഷങ്ങളെടുത്തോ ഇതൊന്നും ഇങ്ങനെ കൊത്തിയെടുത്തായിരിക്കാൻ സാധ്യതയില്ല. പകരം ഈ നമ്മളുടെ പ്രകൃതിദത്തമായിട്ട് തന്നെ കിട്ടുന്ന ചില പച്ചിലക്കൂട്ടുകളുണ്ട്. ഈ പച്ചിലക്കൂട്ടുകൾ കൊണ്ട് മഷി ഉണ്ടാക്കിയിട്ട് ഈ ചിത്രങ്ങളെല്ലാം കരിങ്കല്ലിൽ വരയ്ക്കും. കരിങ്കല്ലിൽ വരച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ പതുക്കെ മുട്ടി കഴിയുമ്പോഴത്തേക്കും ശില്പം ഒഴികെയുള്ള ബാക്കി മഷി പുരട്ടിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്ന തരത്തിൽ ഉള്ള ഒരു ചിത്രകല അല്ലെങ്കിൽ ഒരു ശില്പകല നമുക്ക് പാരമ്പര്യമായിട്ടൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കലകളിലൂടെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ ചരിത്രപ്രധാനമായിരിക്കുന്ന വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം ഇതിൻ്റെ നിർമ്മാണത്തിൽ ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഈ ആർക്കിയോളജി വകുപ്പുകാർ പോലും അത്തരത്തിൽ എന്ത് മഷിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, എന്തെല്ലാം പച്ചിലകൾ കുട്ടികളെ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഗവേഷണം നടത്തുകയൊന്നും ചെയ്യുന്നില്ല. ശാസ്ത്രകാരന്മാരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതിനാണ് വിലയിരുത്തേണ്ടത്. പല ക്ഷേത്രങ്ങളും കാണുമ്പോൾ എനിക്ക് ക്ഷേത്രങ്ങളിലെ ശില്പകലകൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എത്ര ആയിരക്കണക്കിന് ശില്പികൾ ഇരുന്ന് കൊത്തിക്കഴിഞ്ഞാൽ നോക്കൂ, ഇത് ഒരു ശില്പമാണ്. ഇതേപോലെ ഒരു ചെറിയൊരു കാര്യമാണ് കൊത്തിയെടുക്കുമ്പോഴത്തേക്കും തന്നെ എത്രയോ ദിവസങ്ങൾ വേണ്ടിവരും, എത്രയോ മാസങ്ങൾ വേണ്ടിവരും. അപ്പോൾ ഇത്രയും വലിയ ഒരു ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും വലിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശില്പങ്ങളുള്ള എഴുത്തുകളുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലത്തെ. അപ്പം നമ്മളിവിടെ ചരിത്രത്തിൽ വായിക്കുമ്പോഴത്തേക്കും രാജരാജ ചോളൻ അല്ലെങ്കിൽ രാജേന്ദ്ര ചോളൻ ഇങ്ങനെയൊക്കെ പറയുന്ന ചോള രാജാക്കന്മാർ അല്ലെങ്കിൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ രാജാക്കന്മാർ, രാജവംശങ്ങൾ, ഇതേപോലുള്ള നിരവധി സൃഷ്ടികൾ നടന്നൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ അതിന് സമ്പത്ത് മുടക്കി ഒത്തിരി കലാകാരന്മാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുമാത്രം കലാകാരന്മാരും അതിനുമാത്രം ശില്പികളും ഒന്നും എന്തായാലും ഈ സമൂഹത്തിൽ നിന്നല്ല, ലോകത്തൊരു സമൂഹത്തിൽ മാത്രമേ ഉണ്ടാവില്ല. കാരണം ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു കഴിവ്, ആ ബുദ്ധിയോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തന സജ്ജമായിരിക്കുന്ന കൈകളുടെയും ഒക്കെ ചലനങ്ങൾ ഇതെല്ലാം കൂടെ ഏകീകരിച്ചു കാണും. അപ്പോൾ അങ്ങനെ ഏകീകരിച്ചു വരുന്ന അത് ശരിക്കും ഒരു അത്ഭുതകരമാണ്.